സന്നിധാനത്ത് കേന്ദ്രസേനകൾ പൂർണ്ണ സജ്ജമാണ്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ 140 അംഗങ്ങൾ സന്നിധാനത്തെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തു. ശരണം വിളിച്ച് ഭഗവാന്റെ സന്നിധിയിലെത്തി ഡ്യൂട്ടി ആരംഭിച്ചു. വീണ്ടും അരുൺ കൊടുങ്ങൂരിന്റെ റിപ്പോർട്ട്. चारों तरफ कैमरा लगता हुआ है और इसका साथ ड्यूटी वाला भी है. ठीक है, अलाउड में ड्यूटी करेगा. फट सावधान. हमें शरणोयप्पा, हमें शरणोयप्पा, हमें शरणोयप्पा. കേന്ദ്ര സേനകളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് ശബരിമല സന്നിധാനം എത്തിയിരിക്കുകയാണ്. എന്തായാലും RAFിൻ്റെ 140 പേരടങ്ങുന്ന സംഘമാണ് ഈ പമ്പയിലേക്കും അതോടൊപ്പം തന്നെ സന്നിധാനത്തേക്കും എത്തിയിരിക്കുന്നത്. എന്തായാലും പൂർണ്ണമായ ചുമതലയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും 140 പേരടങ്ങുന്ന സംഘമാണ് എത്തിയിരിക്കുന്നത്. അതെ അതെ 140 സംഘമാണ്. എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്? നമ്മൾ സെക്യൂരിറ്റിയും ക്രൗഡ് മാനേജ്മെൻറ്റും പ്രധാനമാണ് ഉപയോഗിക്കുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായില്ലേ? പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും ബ്രീഫ് ചെയ്ത് എല്ലാവരും ഡ്യൂട്ടി ഇന്ന് തന്നെ ഡിപ്ലോയ് ആവും. ഈ കഴിഞ്ഞ ദിവസമൊക്കെ തിരക്കിൽ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളല്ലേ? മാക്സിമം അങ്ങനെയുള്ള ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ കഴിയുമ്പോൾ ശ്രമിക്കുന്നതായിരിക്കും. ഇതിലാണ് ക്രൗഡ് മാനേജ്മെൻറ്റും നമ്മൾ QRTയും എല്ലാം സജ്ജമാണ്. ഈ മണ്ഡലകാലം അവസാനിക്കുന്ന വരെയും ഈ ഒരു തീർച്ചയായിട്ടും മണ്ഡലകാലം അവസാനിക്കുന്ന വരെ നമ്മളുടെ ട്രൂപ്സ് ഇവിടെ കണ്ടിരിക്കും. അത് തന്നെയാണ്. എന്തായാലും തുടക്കത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. തിരക്ക് നിയന്ത്രണങ്ങൾ അത് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കേന്ദ്ര സേനകളൊക്കെ തന്നെയും സന്നിധാനത്തേക്ക് എത്രയും വേഗം എത്തിയിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം NDRF ആയിരുന്നു എത്തിയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ RAFിൻ്റെ കൂടി പൂർണ്ണമായുള്ള നിയന്ത്രണത്തിലേക്ക് ശബരിമല സന്നിധാനം മാറിയിരിക്കുകയാണ്. ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, സന്നിധാനം.